ഓം നമ ശിവായ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഓഗസ്റ്റ് മാസത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന സാമാന്യമായ മാസഫലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര എന്നീ 5 നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് ഒന്ന് നോക്കാം. സാമാന്യമായ ഫലം ഒന്ന് നോക്കാം. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില നോക്കുമ്പം സൂര്യൻ കർക്കടകൻ രാശിയിലും 16-ാം തീയതിക്ക് ശേഷം ഓഗസ്റ്റ് 16-ന് ശേഷം ചിങ്ങൻ രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഓഗസ്റ്റിലെ വെളുത്ത വാവ് ഓഗസ്റ്റ് 9-നാണ്. കറുത്ത വാവ് 22, 23 തീയതികളിലൊക്കെയാണ് വരുന്നത്. ചൊവ്വ ഇപ്പം കന്നിരാശിയിലാണ് സഞ്ചരിക്കുന്നത്. ബുധൻ കർക്കടകൻ രാശിയിലാണ്. ഓഗസ്റ്റ് 30-ാം തീയതിയാണ് ചിങ്ങൻ രാശിയിലേക്ക് കടക്കുന്നത്. ശുക്രൻ മിഥുനൻ രാശിയിലാണ് ഓഗസ്റ്റ് മാസം തുടങ്ങുന്ന സമയത്ത്. 20-ാം തീയതി ആകുമ്പോഴത്തേക്കും കർക്കടക രാശിയിലേക്ക് സംക്രമിക്കും. വ്യാഴം മിഥുനൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നു. ശനി മീനൻ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു കുംഭത്തിലും കേതു ചിങ്ങം രാശിയിലുമാണ് ഓഗസ്റ്റ് മാസം മുഴുവൻ സഞ്ചരിക്കുന്നത്. അതിൽ രാഹുവും കേതുവും പിന്നോട്ടാണ്, ശനിക്കും ഇപ്പോൾ പിന്നോട്ടാണ് ഗതിയുള്ളത്. അപ്പം ആദ്യം നമുക്ക് മകനക്ഷത്രക്കാരുടെ ഫലം ഒന്ന് നോക്കാം. ഈ മകനക്ഷത്രം ചിങ്ങക്കൂറിലാണ് വരുന്നത്. അവിടെ കേതുവിൻ്റെ സ്ഥിതിയുണ്ട്. അപ്പോൾ സൂര്യന് 12-ലും ജന്മരാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ 12-ാം ഭാവത്തിൽ ആദിത്യൻ, അത് കഴിഞ്ഞ് ജന്മക്കൂറിൽ തന്നെ ആദിത്യൻ വരുന്നു. അപ്പോൾ സൂര്യൻ്റെ സ്വന്തം രാശിയാണ് ചിങ്ങൻ രാശി. പക്ഷേ കർമ്മഗുണം കുറയും. സൂര്യൻ 12-ലും 1-ലും വരുന്നത് കൊണ്ട് കർമ്മഗുണം അത്ര നമുക്ക് അനുഭവപ്പെടുകയില്ല. അധ്വാനം വർദ്ധിക്കുകയും ചെയ്യും. പല തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ചെറിയ കാര്യങ്ങൾക്ക് പോലും കൂടുതൽ അധ്വാനിക്കേണ്ട പല അവസ്ഥകളും ഉണ്ടാകുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ പല കാര്യങ്ങളും അധ്വാനിച്ച് നേടിയാലും അത് വേണ്ട വിധം ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രയാസം ഉണ്ടാകും. ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ ഒരല്പം ദൂര സ്ഥലത്തോ വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യത്തിലൊക്കെ ആയിരിക്കും. ഉദ്ദേശിക്കുന്ന അത്രയും ശമ്പളം കിട്ടിയില്ല എന്ന് വരാം, പക്ഷേ കുറച്ച് നേട്ടങ്ങളും ഉണ്ടാകും. വ്യാഴവും ശുക്രനും 11-ൽ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ഗുണം ഈ മാസം ലഭിക്കുന്നതാണ്. ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്നതാണ്. ധനലാഭവും സുഖഭോഗ വസ്തുക്കളുടെ ലാഭവും, പിന്നെ കുറച്ച് സമൂഹത്തിലെ അംഗീകാരം, കലാകാരന്മാർക്കും കരകൗശല വിദ്യ ചെയ്യുന്നവർക്കൊക്കെയുള്ള പ്രശസ്തി അല്ലെങ്കിൽ ഫെലോഷിപ്പ് പോലുള്ള കാര്യങ്ങൾ, അവാർഡുകൾ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സമൂഹത്തിലെ പൊതുവെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇണങ്ങിച്ചേർന്ന് പോകാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു കാലമാണ്. പ്രണയ ജീവിതം കൂടുതൽ ആനന്ദകരമാകും. പ്രണയിക്കുന്നവർക്ക് കൂടുതൽ പരസ്പരം മനസ്സിലാക്കാനൊക്കെ സാധിക്കും. കുടുംബാന്തരീക്ഷം പൊതുവെ തൃപ്തികരമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ലാവിഷായിട്ട് ചിലവഴിക്കാനൊന്നും പണം കാണുകയില്ല. എങ്കിൽ പോലും ദാരിദ്ര്യമൊന്നുമില്ലാതെ ആവശ്യത്തിനനുസരിച്ചുള്ള പണം ഉപയോഗിച്ച് മുന്നോട്ട് പോകാം. ജന്മത്തിൽ കേതു സഞ്ചരിക്കുന്നു, അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്നു. ഇത് രണ്ടും നമുക്ക് ദോഷകരമാണ്. അപ്പോൾ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നത് കൊണ്ട് കരുതലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആരോഗ്യം മോശമായിട്ട് പണം പോകും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആനന്ദകരമായ സുഖഭോഗങ്ങളിലൊക്കെ ഏർപ്പെട്ട്, അല്ലെങ്കിൽ യാത്രകളിലും അല്ലെങ്കിൽ നമ്മുടെ ആഡംബര വസ്തുക്കൾ വാങ്ങിക്കുന്നതിലുമൊക്കെ കുറച്ച് പണം പോയാലും ശരീരത്തെ അത് ബാധിക്കുന്നില്ല. പക്ഷേ ഈ അഷ്ടമശനിയും ജന്മത്തിൽ കേതുവും സഞ്ചരിക്കുന്നത് കൊണ്ട് ഉള്ള പ്രയാസം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഒരു കാര്യം ശരീരത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾക്ക് പല ചോദ്യം ചെയ്യലുകളും നേരിടേണ്ടി വരും. അത് അനുയായികളിൽ നിന്നാകാം, മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നാകാം, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാകാം. അങ്ങനെയൊക്കെ ചോദ്യം ചെയ്യലുകൾ നേരിടേണ്ടി വന്നേക്കാം. കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് രോഗാരിഷ്ടതകൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മകനക്ഷത്രക്കാർക്ക് കണ്ണുകൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയും കാണുന്നുണ്ട്. വീട് വിട്ട് മാറി താമസിക്കാനുള്ള യോഗം കാണുന്നു. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സ്ഥലം മാറ്റമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള കാലമാണ്. ജാതകത്തിൽ സൂര്യാദിഗ്രഹങ്ങൾ അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ
പ്രത്യേകിച്ച് സൂര്യൻ അനുകൂലമാണെങ്കിൽ ജോലി സ്ഥലം നമ്മൾ പ്രതീക്ഷിച്ച ഒരു മാറ്റമായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരല്പം ദൂരേക്ക് മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകാം. അത് ട്രാൻസ്ഫർ ആകാം, അല്ലെങ്കിൽ വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ആകാം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് വീട് വിട്ട് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാം. അടുത്തത് പൂരം നക്ഷത്രക്കാരുടെ ഫലമാണ്. പൂരം നക്ഷത്രവും ചിങ്ങക്കൂറിലാണ് വരുന്നത്. അവർക്കും ഏതാണ്ട് സമാനമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. പണച്ചെലവ് വർദ്ധിക്കുന്നതാണ്. ഭൗതിക സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരികയും പിന്നെ ഗാർഹികമായ കാര്യങ്ങൾ, വീട് സംബന്ധിച്ച കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്താനും കുറച്ച് ആഡംബര വസ്തുക്കളോ അല്ലെങ്കിൽ ഗാർഹിക ഉപകരണങ്ങളൊക്കെ, വീട്ടിലേക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ സാധിക്കും. പണത്തിന് വലിയ പ്രയാസം വരികയില്ല. എന്നാൽ വളരെ ധൂർത്തടിച്ച് ചിലവഴിക്കാനുള്ള പണമൊന്നും കിട്ടുകയുമില്ല. ഒന്നിലേറെ മാർഗങ്ങളിൽ കൂടെ പണം കിട്ടാൻ സാധ്യതയുണ്ട്. വീട് മോടി പിടിപ്പിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും. മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറേയേറെ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് മാസത്തിൻ്റെ 2ാം പകുതിയിൽ കുറേയേറെ നേട്ടങ്ങൾ ഉണ്ടാകാം. ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചുമതലകൾ കൂടും. പിന്നെ പ്രായോഗിക ബുദ്ധി വർദ്ധിക്കും എന്നുള്ളതാണ് മറ്റൊരു ഗുണം. അതിനൊരു കാരണമെന്ന് പറയുന്നത് ഈ 11ലാണ് വ്യാഴവും ശുക്രനും നിൽക്കുന്നത്. അപ്പോൾ ആ പ്രായോഗിക ബുദ്ധി, നയപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടാകും. അങ്ങനെ പ്രതിസന്ധികളെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കും. രോഗം ബാധിച്ച ആളുകൾക്ക് രോഗത്തിൽ നിന്ന് ആശ്വാസം ഉണ്ടാവും. കടബാധ്യതകൾ കുറേയെങ്കിലും തീർക്കാനായിട്ട് സാധിക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമാണ് സന്ദർഭം. കുടുംബസഹിതം ചില യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാസമാണ്. മകനക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചിങ്ങക്കൂറിൽ വരുന്നതുകൊണ്ട് ജന്മക്കൂറിലാണ് കേതു സഞ്ചരിക്കുന്നത്, 8ലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പ്രതികൂലമായതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമുക്ക് ശരീരത്തിന് ചേരാത്ത, അനുയോജ്യമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് ചില അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ നേരിടേണ്ടി വരും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ട അവസ്ഥകൾ നേരിട്ടേക്കാം. എല്ലാ സ്ഥലത്തും ഓടിയെത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രയാസവും ഉണ്ടാകാം. പിന്നെ രോഗാരിഷ്ടതകൾ ചെറിയ തോതിലൊക്കെ ഉണ്ടാകാം. കണ്ണുകൾക്കും എന്തെങ്കിലും വൈകല്യമോ അല്ലെങ്കിൽ രോഗമോ കാറ്ററാക്റ്റ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. ജോലിയിൽ പ്രമോഷനോട് കൂടിയ സ്ഥലം മാറ്റത്തിന് സാധ്യതയുമുണ്ട്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. അവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കാലമെന്ന് പറയാം. തൊഴിൽ മാറ്റത്തിന് സാധ്യതയില്ല. പിന്നെ അവസരങ്ങൾ പലതും നമ്മുടെ കയ്യിൽ വരെ എത്തുന്ന പോലെ വന്നിട്ട് അത് വിട്ടുപോകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടാം. നിലവിലെ ജോലിയിൽ അതൃപ്തി ഉണ്ടാകാം. അത് വിട്ടുപോകാനും പറ്റിയില്ല. എന്നാൽ ഉദ്ദേശിക്കുന്ന ഒരു വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുമില്ല. അങ്ങനെയുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. മേലധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തർക്കങ്ങൾക്കോ സാധ്യതയുണ്ട്. അതുമൂലം ആ ജോലി ഉപേക്ഷിക്കാനും മറ്റൊന്ന് നേടാനും ശ്രമിക്കുന്നതാണ്. പക്ഷേ ലഭിക്കണമെന്നില്ല. പിന്നെ തന്നെത്താൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, സ്വന്തമായിട്ട് ചെയ്യുന്ന ജോലികൾ, സ്വന്തമായിട്ട് ചെയ്യുന്ന ബിസിനസ്, അതിൽ നിന്നൊക്കെ വരുമാനം ലഭിക്കും. ഒന്നിലേറെ മാർഗങ്ങളിലൂടെ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യതയുമുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാം. എന്നാൽ ചില മംഗളകർമ്മങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളുമായിട്ട് വളരെ സന്തോഷപൂർവ്വം ചിലവഴിക്കാനും സാഹചര്യം ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെ മാറി മാറി വരും. ഒരു മിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമ്മിശ്രമായിട്ടുള്ളൊരു അനുഭവമാണ് കുടുംബ സന്തോഷത്തിൽ നമുക്ക്, അല്ലെങ്കിൽ കുടുംബ അന്തരീക്ഷത്തിലെ സന്തോഷം സംബന്ധിച്ച് നമുക്ക് അനുഭവപ്പെടുന്നത്. ഉത്രം ആദ്യപാദക്കാർക്ക് ജന്മക്കൂറിലാണ് കേതു. ഉത്രം അവസാന മുക്കാൽ ഭാഗത്തുള്ള കന്നിക്കൂറുകാർക്ക് 12ലാണ് കേതു.
അതുപോലെ കന്നിക്കൂറിൽ ചൊവ്വ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ചിങ്ങക്കൂറിൽ വരുന്ന ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനഭാവത്തിൽ അല്ലെങ്കിൽ വാക്കിൻ്റെ ഭാവത്തിലൊക്കെ ചൊവ്വ വരുന്നതിൻ്റെ ദോഷങ്ങൾ വരും. പിന്നെ രാഹുവും ശനിയും ഗുണകരമല്ല. എങ്കിലും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹം നല്ലൊരു പരിധിവരെ പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് സഹായിക്കും. പക്ഷേ പൂർണ്ണമായിട്ടും ഈ സങ്കീർണതകൾ മറികടക്കാനായിട്ട് പ്രയാസവുമായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കരുതലുണ്ടാകണം. ധനപരമായ കാര്യത്തിലും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യുമ്പോഴും നമ്മൾ പണം അടച്ച് രസീത് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് തുകകളൊക്കെ കൃത്യമായിട്ടാണോ എഴുതിയിരിക്കുന്നത് എന്നുള്ളതിലൊക്കെ കൃത്യമായ ശ്രദ്ധ ആവശ്യമാണ്. എഗ്രിമെൻറ്റുകളൊക്കെ വളരെ പരമപ്രധാനമായിട്ട് അത് ശ്രദ്ധിക്കണം. വായിച്ച് നോക്കിയിട്ട് മാത്രമേ ഒപ്പിടാവുള്ളൂ. കാരണം രാഹു സ്ഥിതി കൊണ്ട് അതുപോലെ ശനിയുടെ സ്ഥിതി കൊണ്ട് പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തത് അത്തനക്ഷത്രമാണ്. ഓഗസ്റ്റ് മാസത്തിൻ്റെ പകുതി വരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കാരണം ബുധനും സൂര്യനും 11-ലാണ് സഞ്ചരിക്കുന്നത്. അധികാരമുള്ള സ്ഥാനങ്ങൾ കൈവശപ്പെടുത്താനായിട്ട് സാധിക്കും. പുതിയൊരു ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ സാമ്പത്തികമായ ഗുണത്തിന് സാധ്യതയുണ്ട്. ശമ്പള വർധനവോ ഉദ്ദേശിച്ച സ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റമോ ഒക്കെ ഉണ്ടാകാം. അപ്പം ജോലി സംബന്ധിച്ച കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് സർക്കാർ ജോലി സംബന്ധിച്ച ഒരു കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ ചിലവ് നമുക്ക് അല്പം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഗവേഷകർക്ക് ഗുണകരമാണ്. വിദ്യാർത്ഥികൾക്ക് ഈ മാസം സാമാന്യം ഗുണകരമാണ്. അതായത് നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. മേലധികാരികളൊക്കെ നമ്മുടെ പ്രവർത്തനത്തെ അനുമോദിക്കുകയും അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നതാണ്. ചിങ്ങമാസത്തിലാണ് കൂടുതൽ സാധ്യത. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പക്ഷേ പല വെല്ലുവിളികളെയും നേരിടേണ്ടി വരും എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ചിങ്ങമാസം നമ്മൾ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചാലും ആ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ആളുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഒളിഞ്ഞോ തെളിഞ്ഞോ ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാം. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഉദ്യോഗസ്ഥർക്ക് മനസ്സിന് സമ്മർദ്ദം നൽകുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്വഭാവം ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ്. എടുത്തുചാട്ടവും അതുപോലെ തന്നെ കഠിനമായ സംസാരമൊക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായിട്ട് വലിയ പ്രയാസം ഉണ്ടാകാൻ സാധ്യതയില്ല. കേസുകളിലും വ്യവഹാരങ്ങളിലുമൊക്കെ വിജയം നേടാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ചൊവ്വ ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പല കാര്യങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കും നമ്മൾ നല്ലവനാണെന്നും. പക്ഷേ അതൊക്കെ അവർ തിരിച്ചറിയുമ്പം നമ്മളോട് അവർക്കൊരു അല്പം വെറുപ്പ് തോന്നാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുജന ഗുണം വർദ്ധിക്കുന്നതുമാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഗുണകരമാണ്. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിരയുടെ ആദ്യ പകുതി കന്നിക്കൂറിലും രണ്ടാമത്തെ പകുതി തുലാക്കൂറിലുമായിട്ടാണ് വരുന്നത്. കന്നിക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി ഗുണകരമാണ്. രണ്ടാമത്തെ പകുതിയിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകാം. തുലാക്കൂറുകാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയാണ് കൂടുതൽ ഗുണം നൽകുന്നത്. പക്ഷേ ചിത്തിര നക്ഷത്രക്കാരുടെ പൊതുഫലം പറയുമ്പം തൊഴിൽ രംഗത്ത് വെല്ലുവിളികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് ഉള്ള എടുത്തുചാട്ടവും പെട്ടെന്നുള്ള തീരുമാനങ്ങളും പലപ്പോഴും അബദ്ധമായി തീരും. അതുകൊണ്ട് തന്നെ ആലോചിച്ച് മാത്രം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഒരുപാട് കാര്യങ്ങൾക്ക് തിടുക്കം പിടിക്കുന്നത് നമുക്ക് ടെൻഷനും ഉണ്ടാക്കും, കാര്യം കൃത്യമായിട്ട് നടക്കാതെയും വരും. പുതിയ സംരംഭങ്ങളും എല്ലാം തുടങ്ങുന്നുണ്ടെങ്കിൽ ആ രംഗത്ത് അനുഭവപരിചയമുള്ള ആളുകളുടെ ഉപദേശം തേടിയ ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. വായ്പയിലൂടെ എടുക്കുന്ന ധനം മറ്റാവശ്യങ്ങൾക്ക് ചിലവായി പോകാനുള്ള സാധ്യതയുണ്ട്. ചിലവൽപ്പം കൂടി നിൽക്കുന്ന ഒരു സമയമാണെന്ന് പറയാം. ഭൂമി സംബന്ധിച്ച തർക്കങ്ങളോ
പിതൃസ്വത്ത് അല്ലെങ്കിൽ മാതൃസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. വിദേശത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ തേടി വിദേശത്ത് പോകാനും സാധ്യതയുണ്ട്. തൊഴിൽ ലഭിക്കാനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കുന്ന മാസമാണ്. കുടുംബകാര്യങ്ങളിൽ ചില കർശന നിലപാടുകൾ സ്വീകരിക്കാനും അതുമൂലം കുടുംബാംഗങ്ങളിൽ നിന്നും എതിർപ്പുകളോ വെറുപ്പോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയോ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ദമ്പതിമാർക്ക് സാമാന്യം ഗുണകരമാണ്. ഒന്നിച്ചുള്ള യാത്രകളുണ്ടാകാം. ചില സമയത്തൊക്കെ അവധിയെടുത്ത് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിച്ചേക്കാം. സന്താനങ്ങൾക്ക് ചെറിയ തോതിൽ രോഗാരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുതുമയുള്ള കോഴ്സുകളിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അവർ ആഗ്രഹിക്കുന്നതോ ആകാം, അല്ലെങ്കിൽ പുതിയൊരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാകാം, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയോ കോളേജോ ഒക്കെ. അങ്ങനെയുള്ള കോഴ്സുകളിൽ പ്രവേശിക്കാൻ സാധിക്കും. ഭൂമിയിൽ നിന്ന് ധനലാഭം ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമുക്ക് മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര ഈ 5 നക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളായിട്ട് പറയാവുന്നത്. ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.